വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചു. സിബിഐ അന്വേഷണം വൈകുന്നതിനെതിരെയാണ് അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ബിനിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, ദിവസങ്ങൾ തന്നെ പിന്നിടുകയാണ് സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട്. പക്ഷെ അതിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല. താമസിക്കുന്ന ഓരോ ദിവസവും തെളിവുകൾ നഷ്ടമാകും, അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ് ജയപ്രകാശിന്റെ ആശങ്ക. മധു, കഴിഞ്ഞ മാസം അതായത് 3-ാം തീയതിയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് സർക്കാർ തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും അതിൽ സിബിഐ അന്വേഷണം വന്നിട്ടില്ല. അത് ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയാണ് എന്നതാണ് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ പ്രധാനപ്പെട്ട ആരോപണം. സർക്കാരും ഇക്കാര്യത്തിൽ അന്വേഷണം വൈകിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ കേസിന്റെ അന്വേഷണം സിബിഐ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. നാളെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ഇതിൽ സുപ്രധാനമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനുള്ളത്. കാരണം സർക്കാർ സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നില്ല. അവർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവ് കൃത്യമായും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ അന്വേഷണം എത്രയും വേഗമെന്ന ആവശ്യത്തെ എതിർക്കാൻ കഴിയില്ല. സിബിഐയുടെ നിലപാട് എന്താകുമെന്നത് നാളെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ വ്യക്തമാകുകയും ചെയ്യും.